ഇവർ വിവാഹിതരായ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യമേ കാണിക്കുന്നത് ഭൂമിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയാണെങ്കില് അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ടെൻഷനിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യും? എനിക്ക് എന്താ വഴിയാ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭൂമിയുടെ അമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, "മോളെ നീ ഉറങ്ങിയില്ലേ? നീ എന്താ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കും ഭൂമിയാണെങ്കി പറയുന്നുണ്ട്, "ഇല്ലമ്മേ ഞാന് ഉറങ്ങാൻ പോവാണെന്നൊക്കെ" പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നുണ്ട്. അപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് ഭൂമിയുടെ അമ്മ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് ഭൂമിയാണെങ്കി അടുക്കളയിലോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കില് ഭൂമിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, "മോളെ നീ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ? ഇന്നിപ്പം പ്രസാദമൊക്കെ കൊണ്ട് പോവണ്ടേ?" എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭൂമിയും അമ്മയും കൂടെയൊക്കെ ആണെങ്കില് പിന്നെ ഇന്ന് പ്രസാദമൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും ഭൂമി ചോദിക്കുന്നുണ്ട് അംബികയടുത്ത്, "അമ്മ തോനെ പഞ്ചസാരയൊക്കെ വാരി ഇട്ടോന്ന്?" ചോദിക്കുമ്പോൾ, "ഇല്ല മോളെ നീ അളവിനെടുത്ത് തന്ന് മാത്രമേ ഇട്ടുള്ളൂ" എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ പിന്നെ ഭൂമിയാണെങ്കില് അമ്മയടുത്ത് അവരെ ലവ് സ്റ്റോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഭൂമിയുടെ അമ്മയാണെങ്കി ലവ് സ്റ്റോറിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. ഇപ്പം നാടകം കാണാൻ വന്ന് അങ്ങനെയൊക്കെ അച്ഛന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇഷ്ടം പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് കല്യാണം കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്യുതനാണെങ്കിൽ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും മന്ത്രിയുടെ ഈ മോന്റെ കൊലപാതകത്തിന്റെ ആ കേസ് തെളിയിച്ചതിന്റെയൊക്കെ ഇത് അജയുടെ ഫോട്ടോയൊക്കെ വരുന്നുണ്ട്. അപ്പം അച്യുതനാണെങ്കില് കൊണ്ടുവന്നിട്ട് ഭൂമിയടുത്ത് പറയുന്നുണ്ട്, "മോളെ നീ ഇത് കണ്ടോ? ഇന്നൊരു പ്രധാനപ്പെട്ട കേസുണ്ടല്ലോ" എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയാണെങ്കി ആ പത്രമൊക്കെ വായിക്കുന്നുണ്ട് ട്ടോ. വായിച്ചിട്ട് ഭൂമിക്കാണെങ്കി എന്തോ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. കാര്യം ഭൂമിയാണെങ്കിൽ ഒരു കേസിന്റെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് വെച്ചൊക്കെയാണ് അജയ് ആണെങ്കി ആ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഭൂമി പറയുന്നുണ്ട്, "ആ അത് മറ്റുള്ളവരുടെ ബുദ്ധിയാന്നൊക്കെ" ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അച്യുതൻ ചോദിക്കുന്നുണ്ട്, "എന്താ മോളെ നീ പറഞ്ഞേന്ന്?" ചോദിക്കുമ്പം, "ഏയ് ഒന്നുമില്ല അച്ഛാ" എന്ന് പറയുമ്പോഴത്തേക്ക് അച്യുതൻ പറയുന്നുണ്ട്, "കണ്ടോ മോളെ അജയ് സാറിന്റെ ഫോട്ടോ ഉണ്ട്. മന്ത്രി വരെയൊക്കെ അജയ് സാറിനെ പ്രശംസിച്ചെന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. ആ സമയത്ത് ഭൂമിയാണെങ്കി ഒരു പുച്ഛത്തിലൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പം അച്യുതൻ പറയുന്നുണ്ട്, "എന്തായാലും മോളെ അച്ഛനിപ്പം വരാന്നും പറഞ്ഞിട്ടാണെങ്കി അച്യുതനാണെങ്കില് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് ട്ടോ. ആ സമയത്ത് പിന്നെ ഭൂമിയാണെങ്കില് അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കില് അംബിക പറയുന്നുണ്ട്, "മോളെ എനിക്കാണെങ്കി ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ഇന്ന് കിടന്നുറങ്ങിയ സമയത്താണെങ്കില് എണീറ്റപ്പം അച്ഛൻ കിടന്ന സ്ഥലത്താണെങ്കില് കുറച്ച് ബ്ലഡ് കണ്ടെന്ന്" പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ഭൂമിയാണെങ്കി ആകെ ടെൻഷൻ ആവുന്നുണ്ട് ട്ടോ. അപ്പം ഭൂമി പറയാ, "ഒന്നും അങ്ങനൊന്നും ഇല്ല." അപ്പം അംബിക പറയുന്നുണ്ട്, "മോളൊരു കാര്യം ചെയ്യ് അച്ഛന്റെടുത്തൊന്ന് ചോദിക്കണേ. അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനാണെങ്കി അത് എന്തേലുമൊക്കെ പറഞ്ഞങ്ങ് ഒളപ്പി പോകുന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ പിന്നെ ഇത് പറഞ്ഞ ശേഷം പിന്നെ കാണിക്കാൻ അച്യുതൻ വരുന്നുണ്ട് ട്ടോ. അപ്പം അച്യുതന്റെ കയ്യിലാണെങ്കില് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കവറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അംബിക ചോദിക്കുന്നുണ്ട്, "ഇതെന്താണ് അച്ചൂട്ടാന്ന്?" ചോദിക്കുമ്പോ, "അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഒരു സർപ്രൈസ് ആണെന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ അംബിക ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അച്യുതൻ അത് കൊടുക്കത്തില്ല. അപ്പോഴും നോക്കുമ്പോഴത്തേക്കാണെങ്കില് ഭൂമിയാണെങ്കില് അങ്ങോട്ട് വരുന്നുണ്ട് ട്ടോ. വരുന്ന സമയത്താണെങ്കില് അംബിക പറഞ്ഞു, "ആ എന്തോ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ട് നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്നൊക്കെ" പറയുന്നുണ്ട്. അങ്ങനെ അച്യുതനാണെങ്കില് ഭൂമിക്കാണെങ്കില് ആ ഒരു കവറ് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പം ഭൂമിയെടുത്ത് പറയും, "മോള് തുറന്ന് നോക്ക് എന്താന്ന്" നോക്കുമ്പോ നല്ലൊരു സാരിയാട്ടോ. അപ്പം ഭൂമിയാണെങ്കി പറയും, "ഓ നല്ല സാരിയല്ലോ അച്ഛാ, നല്ല കളറെന്നൊക്കെ" പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി നോക്കുമ്പോ പറയും, "ഇതിനകത്ത് അളവ് ബ്ലൗസും ഉണ്ടല്ലോ" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്യുതൻ പറയുന്നുണ്ട്, "ഞാൻ അളവ് ബ്ലൗസും കൊടുത്തിട്ടുണ്ടായിരുന്നു മോളെ" എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ അംബിക ചോദിക്കുന്നത്, "അല്ല ഇതിന് ഈ പൈസ ഇപ്പൊ എവിടുന്നാ ബാങ്ക് കുത്തിപ്പൊളിച്ചോ" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ പറയുന്നത്, എന്റെ മോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെലവിന് പൈസ തരുന്നുണ്ടായിരുന്നല്ലോ. അത് കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഞാന് ഈ സാരി മേടിച്ചത്. എന്തായാലും മോളൊരു വലിയ വീട്ടിലേക്ക് പോവല്ലേ. അപ്പം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്റെ മോള് പോട്ടെ" എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതനാണെങ്കി ആ സാരിയൊക്കെ വാങ്ങിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അംബിക പറയുന്നുണ്ട്, "ഓ ആളെ ഒരു പൂതിന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ട്ടോ." ആ സമയത്താണെങ്കില് പിന്നെ അച്യുതൻ പറയുന്നുണ്ട്, "എന്തായാലും എന്റെ മോളെയും കെട്ടിക്കണം. അതിനുശേഷം നിന്നെ ഒന്ന് കെട്ടിച്ചു വിടാന്നൊക്കെ" ഇങ്ങനെ പറയുന്നുണ്ട് ട്ടോ. "അതിനുശേഷം വേണം എനിക്കും ഒന്ന് കെട്ടാനെന്നൊക്കെ" ഇങ്ങനെ പറയുന്നുണ്ട്. "ഒരു നല്ലൊരു പെണ്ണിനെ നോക്കി എനിക്കും കെട്ടാന്നൊക്കെ" പറയുന്ന സമയത്താണെങ്കി അംബിക പറഞ്ഞു, "ഓ പിന്നെ മരിച്ച് മണ്ണടിയേണ്ട പ്രായമായെന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. ആ സമയത്താണെങ്കില് അത് കേൾക്കുന്ന സമയത്ത് ഭൂമിക്കാണെങ്കി ഭയങ്കര വിഷമാവുന്നുണ്ട്. ഭൂമിയാണെങ്കി അമ്മേന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. "എന്താ അമ്മ പറയുന്നേ? അച്ഛൻ മരിക്കുന്ന കാര്യമാണോ ഈ പറയുന്നേന്നൊക്കെ" ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അച്യുതൻ പറയുന്നുണ്ട്, അവളിപ്പോ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഞാനങ്ങ് മരിക്കാൻ പോവാണ് മോളെ" എന്നൊക്കെ പറഞ്ഞ് ഭൂമിയാണെങ്കി അത് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അംബികയാണെങ്കിൽ ആകെ വിഷമം വന്നിങ്ങനെ മാറിയൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "മോളെ അമ്മയെ സങ്കടമായി. അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ" പറഞ്ഞിട്ട് ഭൂമിയാണെങ്കിൽ പോയി അംബികടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. "അമ്മയെ ഒന്ന് ക്ഷമിച്ചേരെ മോളെ. അമ്മയുടെ ഈ മോളുടെ അമ്മയൊന്ന് ക്ഷമിക്ക്" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അംബിക പറയുന്നത്, "ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ മോളെ" എന്നൊക്കെ പറയുമ്പോ, "അമ്മ ഇതൊക്കെയാണോ തമാശയ്ക്ക് പറയേണ്ടതെന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, "അമ്മയൊന്ന് ക്ഷമിക്ക്. എന്റെ കലാതിലകമല്ലേ. ഒന്ന് ക്ഷമിക്ക് എന്റെ അമ്മേ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി അകത്തോട്ട് വന്ന സമയത്താണെങ്കിൽ അച്യുതന്റെ അടുത്ത് പറയുന്നുണ്ട്, "അച്ചൂട്ടാ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ
അച്ചുവേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അച്ചുവേട്ടൻ അങ്ങ് മരിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അച്യുതൻ പറയുന്നില്ല പോട്ടെ എന്നൊക്കെ അങ്ങനെ പിന്നെ നമ്മളെ ഭൂമിയാണെങ്കിൽ അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അകത്തോട്ട് പോയിട്ടാണെങ്കിൽ നമ്മളെ ഭൂമി അവിടെ നിന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. കരയിച്ചപ്പം അംബികയ്ക്കും അറിയത്തില്ലല്ലോ അച്യുതനിക്ക് അസുഖം ഉണ്ടെന്നുള്ള കാര്യം അംബികയ്ക്കും അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ അംബിക ഒന്ന് പറഞ്ഞതാ. പക്ഷെ അത് നമ്മളെ ഭൂമിക്കാണെങ്കിൽ അത് അറിയാവുന്നത് കൊണ്ട് ഭൂമിക്കാണെങ്കിൽ നല്ലപോലെ വിഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ മുത്തശ്ശിയാട്ടോ. അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ അജയ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുത്തശ്ശിക്കാണെങ്കിൽ അജയ് കാണുമ്പം ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. "മോനെ ഇന്ന് പോകുന്നില്ലേ?" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അജയ് പറയുന്നുണ്ട്, "ഇല്ല മുത്തശ്ശി ഇന്ന് ഞാൻ ലീവ് എടുത്തു. പക്ഷെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്." അങ്ങനെ പിന്നെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, "മോനെ ഇന്നത്തെ പൂജയ്ക്കാണെങ്കിൽ നമ്മളെല്ലാവരും വേണം. എന്തായാലും മോനെന്തായാലും പൂജ ഉണ്ടല്ലോ. എന്തായാലും നല്ലോണം നടക്കണം മോനെ. എന്തായാലും എല്ലാ വർഷവും നമ്മൾ ഈ പൂജ ഇവിടെ നടത്തുന്നതാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അജയുടെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. പിന്നെ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ അജയ്ക്കാണെങ്കിൽ പൂജയുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, "മോനിക്ക് ഓർമ്മയുണ്ടോ?" എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പൂജയെക്കുറിച്ചൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, "ഈ കുടുംബത്തെ എല്ലാവരും വേണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ സത്യന്റെ ഭാര്യയും നമ്മളെ അഭിരാമി മോളും ഇല്ലല്ലോ. അവരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കല്യാണം അഭിരാമിയായിട്ട് വേണം നടക്കാനുള്ളതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭവാനിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭവാനി അടുത്ത് പറയുന്നുണ്ട്, ഇന്നത്തെ പൂജയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്ത് സത്യനാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ ഭവാനിക്കാണെങ്കിൽ ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മളെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആ സംഗീതയെടുത്ത് ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അഞ്ജനയെന്ന് ചോദിക്കുമ്പോൾ ആ അഞ്ജനയും ഒരുങ്ങിക്കൊണ്ടിരിക്കും അമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ അജയടുത്ത് നമ്മളെ ഭവാനിയെടുത്തോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ആകെയുള്ള വിഷമമെന്ന് പറഞ്ഞാൽ നമ്മളെ സുമിത്രയും അഭിരാമിയും ഇല്ലാതായി പോയത്. അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇനി ആരെങ്കിലും കൊന്നോ ഒന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്തെങ്കിലും ഒന്ന് അവരെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനമായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അജയ് പറയുന്നുണ്ട്, "എന്തായാലും മുത്തശ്ശി വിഷമിക്കേണ്ട. ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ഇനി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." അത് കേൾക്കുന്നത് നമ്മളെ ഭവാനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അജയ് പറയുന്നുണ്ട്, "എന്തായാലും നമ്മളെ അഭിരാമിയാണെങ്കിൽ അന്ന് പോകുന്ന സമയത്ത് 2.5 വയസ്സല്ലേ ഉള്ളൂ മുത്തശ്ശി. അപ്പൊ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാനാ ചാൻസ് ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തും എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭവാനിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാര്യം ഇതിനെല്ലാം കാരണക്കാരി നമ്മളെ ഭവാനിയാണല്ലോ. അപ്പം അതിന് ഇനി കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ ഭവാനിയുടെ അവിടുത്തെ നിൽപ്പൊക്കെ അവസാനിക്കുമല്ലോ. അപ്പൊ പിന്നെ ഭവാനി ആഗ്രഹിച്ച കണക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ലല്ലോ. അപ്പൊ നമ്മള് ഭവാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, "എന്ത് പറ്റി മോളെ?" എന്ന് ചോദിക്കുന്നുണ്ട്. "എന്താ നമുക്ക് അവരെ കണ്ടുപിടിക്കണ്ടേ?" എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വേണോന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലും ഭവാനിയടുത്ത് നമ്മളെ അജയടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കുടുംബ പാരമ്പര്യമായിട്ടുള്ള 3 മാലയൊക്കെ ഞാൻ ഉണ്ടാക്കി ഞാൻ ഇവരൊക്കെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അജയുടെ പെങ്ങളെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മൾ അഭിരാമിയുടെയും അഞ്ജനയുടെയും കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട് ഭവാനിയടുത്ത്, "അഞ്ജനയടുത്തും ആ മാല ഇട്ടിട്ട് വേണം വരാൻ പറയാനെന്നൊക്കെ പറയുന്നുണ്ട്." "ആ ശരി അമ്മേ ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നമ്മളെ ഭവാനിയാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് നമ്മളെ അഞ്ജനയാണെങ്കിൽ അവിടെ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പം അഞ്ജനയടുത്ത് പറയുന്നുണ്ട്, "മോളെ മുത്തശ്ശി ഇതെനക്ക് മാല ഇട്ടുകൊണ്ട് വരാനൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്." അപ്പം നമ്മള് അഞ്ജന പറയുന്നുണ്ട്, "എനിക്കൊന്നും പറ്റത്തില്ലമ്മേ. എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ. മുത്തശ്ശി അങ്ങനെയൊക്കെ പറയൂ" എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭവാനി പറയുന്നുണ്ട്, "മോളെ നീ എന്തായാലും ഇപ്പം അവര് പറയുന്നത് വേണം നമ്മൾ അനുസരിച്ച് നിൽക്കാൻ. കാര്യം വെച്ചാല് നമുക്കാണെങ്കില് ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഇല്ല. എങ്ങനെയെങ്കിലും നീ ആണെങ്കില് അജയ് കല്യാണം കഴിച്ചിട്ട് ഇവരെ സ്വത്തും മുതലും എല്ലാം നമ്മളെ കയ്യിൽ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് മാത്രമല്ല എനിക്കും ആണെങ്കിലും ഇവിടെ ആരും ഒരു വിലയും തരത്തില്ല. എനിക്കും ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം എങ്ങനെയെങ്കിലും ഫസ്റ്റ് കടമ്പയെന്ന് പറഞ്ഞാൽ നമ്മൾ അജയെ കല്യാണം കഴിച്ച് ആ സ്വത്തുക്കളൊക്കെ നമ്മളെ കയ്യിൽ വരണം. അതിനുശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞത് നീ എല്ലാം മറന്നു പോയോ? നമ്മൾ അച്ഛനെ കൊന്നവരെ അടുത്ത് നമുക്ക് പ്രതികാരം തീർക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അഞ്ജന പറയുന്നത്, "ഓ എനിക്കാണെങ്കിൽ അജയെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു" എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മ ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു വാശി കയറിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ അവൻ എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ അവൻ പറയുന്നുണ്ട്, അവനിക്കാണെങ്കിൽ എന്നെ ഭാര്യയായിട്ട് കാണാൻ അവനിക്ക് പറ്റത്തതുമില്ലെന്ന്. അതുകൊണ്ട് എനിക്കൊരു വാശിയുണ്ട് അമ്മേ. ഞാൻ ഇനി അവനെ തന്നെ ഞാൻ കല്യാണം കഴിക്കും എന്നുള്ളൊരു വാശി എനിക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭവാനി പറയുന്നുണ്ട്, "മോളെ മോൾക്ക് എല്ലാ സപ്പോർട്ടിനും ഈ അമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭവാനിയാണെങ്കിൽ ആ പാരമ്പര്യ മാല എടുത്തിട്ട് നമ്മളാ അഞ്ജനയ്ക്ക് കഴുത്തിലിടാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്ന അതേ സമയത്ത് തന്നെ അതേ പാരമ്പര്യ മാല നമ്മളാ ഭൂമിയും എടുത്ത് കഴുത്തിലിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളെ ഭൂമിയാണെങ്കിൽ എല്ലാ മാലയൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കൂടുതൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.